ശ്രോതാക്കളും പ്രേക്ഷകരും ഐഷയെ തിരിച്ചറിയുന്നത് അഡ്വക്കേറ്റ് ഐഷ എന്ന പേരിലാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പഴയ ഓർമ്മയൊന്ന് പുതുക്കാൻ വേണ്ടി ഒരു വിഷയം. അലകടലിനക്കരെ ഒരു അഭിഭാഷക. തുമ്പ എന്ന സ്ഥലത്തെ സെന്റ് സേവിയേഴ്സ് കലാലയത്തിൽ നിന്നും തിരുവനന്തപുരത്തെ ഗവൺമെന്റ് നിയമപഠന തുമ്പയിൽ നിന്നും ഒരു തുമ്പിയെ പോലെ അബുദാബിയിലേക്ക് പറന്നുയർന്ന എന്റെ സഹോദരി പ്രിയപ്പെട്ട ഐഷ, താങ്കൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അഭിഭാഷക മാത്രമല്ല തുമ്പ സെന്റ് സേവിയേഴ്സ് കലാലയത്തിന്റെ ചുവരുകളിൽ ഇപ്പോൾ ലാലേട്ടൻ ഓടി നടക്കാണ്. വെളിപാടിന്റെ പുസ്തകം എന്ന ലാലുവേട്ടന്റെ പടവുമായി. എന്താ തുമ്പ സെന്റ് സേവിയേഴ്സ് അല്ല സതീഷ്, വിശുദ്ധ സേവിയേഴ്സ്. സെന്റ് സേവിയേഴ്സ് പേരാണ്. പേര് മാറ്റാൻ പാടില്ല. താങ്കൾക്ക് തുടരാം. ഐഷ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സിരകളിൽ സമരവീരമുഴുന്ന പ്രദീപ്. അബുദാബിയിലെ മുസ്തഫ എന്ന ചെറുപട്ടണം. 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നു. അഭിമാനത്തോടെ തിരിച്ചറിഞ്ഞു. അലകടലുകൾക്കക്കരെ ഐഷ എന്ന അഭിഭാഷക സെന്റ് സേവിയേഴ്സ് കലാലയത്തിലെ എൻ്റെ കൂട്ടുകാരി ഇന്ന് ഗൾഫ് മണലാരണ്യത്തിലെ പ്രഗത്ഭയായ നിയമജ്ഞയാണ്. സാക്കിർ ഹുസൈൻ എന്ന ഉജ്ജ്വലനായ വ്യക്തിത്വത്തിന്റെ സഹധർമ്മിണിയും 2 കുട്ടികളുടെ സ്നേഹമയിയായ മാതാവുമാണ്. സർവോപരി മലയാള ഭാഷയ്ക്ക് പ്രവാസികളുടെ ഇടയിൽ ആഴത്തിൽ അംഗീകാരം നേടിക്കൊടുക്കുന്ന വാഗ്മി കൂടിയാണ്. ഇന്ന് 25 വർഷങ്ങൾക്കിപ്പുറം ഈ വേദിയിൽ ഒരുമിച്ച് ക്യാമറയുടെ മുന്നിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ സംസാരിക്കേണ്ടത് നിങ്ങളാണ്. അലകടലുകൾക്കക്കരെ. വാക്കുകൾ കൊണ്ട് നമ്മളെ നിഷ്പ്രഭമാക്കി കളയുന്ന പ്രദീപിന്റെ മുന്നിൽ നിന്ന് ഞാൻ എന്നെ കുറിച്ച് എന്ത് സംസാരിക്കും എന്നുള്ള അങ്കലാപ്പുണ്ട് എനിക്ക്. ഗവൺമെന്റ് കോളേജിൽ നിന്നും പഠിച്ചിറങ്ങി അവിടെ നിന്നും ഒരു നിമിഷം മാത്രമെന്ന പരിപാടിയിൽ ആകാശവാണിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഐഷ എനിക്കൊരു ആവേശമായിരുന്നു. പക്ഷേ ഒരു പരസ്യ കമ്പനി ഞാൻ ദുബായിൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഐഷ കണ്ടുമുട്ടാൻ കഴിയാൻ ദുബായിൽ അങ്ങനെ പറയില്ല. വ്യാപാര സ്ഥാപനം അങ്ങാടി കച്ചവടം ഇത് എന്തോന്ന് കാണി എന്തൊരു സ്ഥലം അവന്റെ അവിടെ പറയുമ്പോൾ അല്ലേ ഇത് ദുബായിലും പറയും. സാർ, അബലയായ ഐഷ വിവാഹം കഴിച്ചത് തബല വായിക്കുന്ന സക്കീർ ഹുസൈൻ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അദ്ദേഹം നേരിട്ട് പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു ചീനച്ചട്ടി എടുത്ത് തട്ടാനല്ല. എപ്പോഴും അബല ഇങ്ങനെയൊക്കെ പറയുന്ന അബല എന്ന് പറഞ്ഞതുകൊണ്ട് ഐഷയ്ക്ക് കുഴപ്പമില്ലാത്തടത്തോളം കാലം താങ്കൾ ഉന്നയിച്ച തടസ്സവാദം തെറ്റ് താങ്കൾക്ക് തുടരാം. കുഴപ്പമുണ്ടെങ്കിൽ ഐഷയ്ക്ക് തുടരാം. വാക്കുകൾ വികാരങ്ങൾക്ക് വഴിമാറുന്ന ഈ അസുലഭ സുന്ദര മുഹൂർത്തത്തിൽ ഞാൻ എന്നെ കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്ക് ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ ഈ സൗഹൃദങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നും ഉടലെടുക്കുന്ന വാക്കുകളുടെ പൂക്കാലം കൊണ്ട് നമ്മെ വേറൊരു ഓർമ്മയുടെ ലോകത്തേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ഈ വേദി കത്തിയായിരുന്നു. വാക്കുകൾ എന്നുള്ള വാക്കാവും. 4 നൂറ്റാണ്ടിന് ശേഷമുള്ള ഈ അത്യപൂർവ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐഷ ഒരു ആവേശമായിരുന്നു ഒരു നിമിഷം മാത്രം പരിപാടിയിൽ. പക്ഷെ ദുബായിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഐഷയെ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ലല്ലോ. 4 നൂറ്റാണ്ടിന് ശേഷമുള്ള അത്യപൂർവമായ ഈ സമാഗമ വേളയിൽ വാക്കിന് വിലപിടിപ്പേറുമ്പോൾ ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെ ഞാൻ എന്തോതണം. ഈ വിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു.